ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ വെള്ളക്കെട്ട്. പ്രാദേശിക വാർത്തകൾക്ക് പുറകെ പഞ്ചായത്തിന്റെ അടിയന്തര നടപടി. ദേശീയപാത 66-ൽ പെരിഞ്ഞനം വടക്കേ ബസ് സ്റ്റോപ്പിലെ വൻതോതിലുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഉറച്ച് 4-ാം വാർഡ് മെമ്പർ സുജ ശിവരാമൻ. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതിയെക്കൊണ്ട് അടിയന്തര നടപടിക്ക് പ്രേരിപ്പിച്ച മെമ്പറുടെ ശ്രമഫലമായി ബസ് സ്റ്റോപ്പിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഹിറ്റാച്ചി ഉപയോഗിച്ച് ചാലുകീറി ബസ് സ്റ്റോപ്പിന് വടക്ക് ഭാഗത്തു കൂടി ഒഴുകുന്ന കാനയിലേക്ക് തുറന്നുവിടുന്ന പ്രവൃത്തികളാണ് ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് നടത്തിയത്. വേനലിലും വർഷത്തിലും ഒരുപോലെ പെരിഞ്ഞനം വടക്കേ ബസ് സ്റ്റോപ്പിൽ വൻതോതിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് പ്രാദേശിക വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുകയും MLA ഉൾപ്പെടെ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതുമായ വിഷയത്തിൽ ഇന്നും പ്രാദേശിക വാർത്തകൾ പ്രാധാന്യത്തോടുകൂടി നൽകിയ വാർത്തകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ അടിയന്തര നടപടി. ശനിയാഴ്ച പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈവേ അതോറിറ്റിയുമായി യോഗം വിളിച്ചിട്ടുണ്ടെന്നും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഹൈവേ അതോറിറ്റിയുമായി ആലോചിച്ച് ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്നും വാർഡ് മെമ്പർ സുജ ശിവരാമൻ പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. നമുക്കിപ്പോൾ മഴ പെയ്യുമ്പോൾ ഇവിടെ സാധാരണ ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഴ പെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ തുടങ്ങി നമ്മൾ കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണക്കാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, കനത്ത മഴ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാളെ ഹൈവേയിലെ ഉദ്യോഗസ്ഥന്മാരായിട്ട് നാളെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ താൽക്കാലികമായിട്ട് ഒരു താൽക്കാലിക പരിഹാരമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താൽക്കാലിക പരിഹാരമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശാശ്വതമായ പരിഹാരം നാളത്തെ ചർച്ചയിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.